ഹായ്, എല്ലാവർക്കും ശ്രീലങ്കൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശ്രീലങ്കയുടെ ഉൾഗ്രാമമായ ഗബ്ബള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയതും അവിടെ ഒരു ബുദ്ധക്ഷേത്രത്തിൽ ചെന്നപ്പോഴുണ്ടായ പ്രത്യേകതരമായിട്ടുള്ള കാഴ്ചകളുമൊക്കെയാണ് പങ്കുവെക്കുന്നത്. ഇത് മനോഹരമായൊരു ഗ്രാമമാണ് ഗബ്ബള. എൻ്റെ മെൻറ്ററായിട്ടുള്ള സാറ് നേരത്തെ വീഡിയോയിലൊക്കെ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ ജനിച്ചു വളർന്ന ഗ്രാമമാണ്. അവിടെ ഉണ്ടായ ഒരു ബുദ്ധക്ഷേത്രമാണിത്. വളരെ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഞങ്ങൾ ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്തു. വളരെ നല്ലൊരു അന്തരീക്ഷവും ഒരു ആലിന് ചുറ്റും ഒരു ക്ഷേത്രവും അതിൻ്റെ പഗോഡയും ഒക്കെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ വലിയൊരു സമാധാനം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളവിടെ കുറച്ച് നേരം ചെന്ന് നിന്നു. ചെറിയൊരു ചൂടുള്ള കാലാവസ്ഥയായിരുന്നു, ഒരു ഹ്യൂമിഡായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴ വരാനുള്ള പോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. എല്ലാവർക്കും ആ ചൂട് ഭയങ്കര വേർത്താണ് നിന്നത്. എന്നാലും ഞങ്ങൾ അവിടെ ഒരു കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഞങ്ങളവിടെ ബുദ്ധനെ പ്രാർത്ഥിച്ച് ആ അന്തരീക്ഷമൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ അവിടെ അങ്ങ് നിന്നു. ബുദ്ധക്ഷേത്രത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയില്ല. പൈസയൊക്കെ വെച്ച് അവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ മെയിൻ സ്ഥലത്തേക്ക് പോയി. ഇതാണ് അമ്പലത്തിൻ്റെ പ്രീസ്റ്റായിട്ടുള്ള സന്യാസി. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും സന്യാസി വേഗം നടന്നു വന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കെന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അദ്ദേഹം ആ പഗോഡയുടെ ഉള്ളിലേക്ക് കയറി. ഞങ്ങളും പുറകെ തന്നെ അതിലേക്ക് കയറി. ഇതിങ്ങനെ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയും കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതാണ് സാറ്, ബാക്കി സുമിത്തും ബാക്കി ഞങ്ങളുടെ പാരൻസും എല്ലാവരും ഞങ്ങൾ ആ പഗോഡയിലേക്ക് കയറി. എന്താണ് ഇവിടെ ഉണ്ടാവുന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. എന്തെങ്കിലും ചെയ്യുന്നത് തെറ്റിപ്പോകുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ് കയറുന്നത്. എന്നാലും നമ്മുടെ അമ്പലത്തിൽ കയറുന്ന പോലെ ഒരു വർഷം ചേർന്നൊക്കെയാണ് നമ്മളും കയറിയത്. അവിടെ ചെന്നപ്പോൾ ഒരു മനോഹരമായൊരു ബുദ്ധ സ്റ്റാച്ചു വലുത് കണ്ടു. അത് സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത്. സാറ് എന്നെ ആ പ്രീസ്റ്റിന് പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം വലിയൊരു സന്തോഷത്തോടുകൂടി ഞങ്ങളെ എല്ലാവരെയും ഒരേപോലെ തന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ വിപാഷന മെഡിറ്റേഷൻ ചെയ്യുന്ന കഥയൊക്കെ സാറ് പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നോട് അന്വേഷിച്ചു. ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി. സുമിത്തും കയറി. പിന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, സൗരഭേട്ടനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു ഞാൻ. സൗരഭേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അദ്ദേഹമാണ് ആ വൈറ്റ് ഷർട്ട്. എല്ലാവരെയും ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം സാർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഓരോ കാര്യങ്ങളും, എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ കേട്ടു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു 2015 ഈ ആനാപാന മെഡിറ്റേഷൻ വിപാഷന മെഡിറ്റേഷൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു. എൻ്റെ ലൈഫിലെ ഒരു മാറ്റം തന്നെയായിരുന്നു ആ മെഡിറ്റേഷൻ ടെക്നിക്ക് പഠിച്ചത്. അത് ബുദ്ധ മതം എന്നുള്ളതിനേക്കാളുപരി ഓരോരുത്തരും ഒരു ബുദ്ധനായി മാറുക എന്നുള്ളതാണ് ആ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം. ഞാൻ അവിടെ നിന്നിട്ട് ആ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം ഈ പ്രീസ്റ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു വലിയ നൂല് ഇങ്ങനെ തന്നു. ഈ നൂലെല്ലാവരും പിടിക്കാൻ പറഞ്ഞു, ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ അതിശയിക്കുകയാണ്, എന്താണ് ഈ നൂലിൻ്റെയൊക്കെ പുറകിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നൂല് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനായിരിക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ നിഷ്കളങ്കമായി അവിടെ നിന്നു. കാരണം നമുക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലല്ലോ. ഞങ്ങൾ ഈ പ്രീസ്റ്റ് തന്ന നൂലും കൈ പിടിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ പാസ് ചെയ്ത് കൈ പിടിച്ച് അങ്ങനെ നിന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്നറിയാനുള്ളൊരിത്. എൻ്റെ ഇടയ്ക്ക് സാറ് പറയുകയാണ്, ഇത് ഇവിടുത്തെ ഒരു പഴയ കഥയാണ്, പണ്ട് നടന്നൊരു കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ചുവർ ചിത്രങ്ങളാണെന്ന് പറയാറ്. അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനെ നൂല് വെച്ചിട്ട് നമ്മൾ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. നമ്മളോട് നമ്മളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും കുട്ടിക്ക് വിദ്യയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. എല്ലാവരും ആ നൂല് പിടിച്ചിട്ട് അദ്ദേഹം ചൊല്ലുന്ന മന്ത്രങ്ങളും കേട്ട് പ്രാർത്ഥിച്ചു. ആ മന്ത്രങ്ങളൊന്നും നമുക്ക് കേട്ട് നോക്കാം.
संतोषकोच सुबरोचयापकिच्योच तल्लोकोते संतिन्द्रियोजनिकोचयापकभोकुलेश्वरुगिद्धो न च कुद्धं മന്ത്രങ്ങളൊന്നും സംസ്കൃതത്തിലല്ല, ഇതെല്ലാം പാലി ഭാഷയിലാണ്. പാലി എന്ന് പറഞ്ഞാൽ ബുദ്ധ സംസ്കാരം തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ഭാരതത്തിലും അനുബന്ധ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷയിലാണ് ഈ ശ്ലോകങ്ങളെല്ലാം വരുന്നത്. സംസ്കൃതവുമായിട്ട് നേരിയ ബന്ധമുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും വേറെ തന്നെ ഒരു ഭാഷയാണത്. കുറച്ചധികം നേരം തന്നെ ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥന. ഞങ്ങളെല്ലാവരും ഒരുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടു. നമ്മളും നമ്മളുടെ രീതിയിൽ, നമുക്കറിയുന്ന രീതിയിൽ നമ്മളും പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമേ തന്നെ കരുതിയിരുന്നു ഈ നൂല് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ നൂല് എന്ത് ചെയ്യുമെന്ന്. അതിനുത്തരമായിട്ടാണ് ഈ നൂല് നമ്മുടെ കയ്യിൽ അദ്ദേഹം മുറിച്ചെടുത്ത് ഓരോരുത്തർക്കും അത് കെട്ടിത്തരികയാണ്. ഇപ്പോൾ എനിക്ക് കെട്ടിത്തരും, പ്രത്യേക രീതിയിലാണത് കെട്ടുന്നത്. അതിങ്ങനെ ആ ചരടിങ്ങനെ സാധാരണ നൂലാണ്, വേറെ കറുത്ത ചരടൊന്നുമല്ല, സാധാരണ നമ്മൾ എടുക്കുന്ന നൂല് അത് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ കെട്ടിത്തരും. ഇതെൻ്റെ അനിയത്തിയാണ്. അനിയത്തിക്കും എൻ്റെ മോനും ഹസ്ബൻഡിനും ഒക്കെ എല്ലാവരും അത് കെട്ടി. കൂടെ സുമിത്തും പിന്നെ സാറും ഒക്കെ എല്ലാവരും കയ്യിലത് കെട്ടി മേടിച്ചു. ഞങ്ങളുടെ ശ്രീലങ്കൻ യാത്രയുടെ ഉടനീളം ആ സാധനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് രസം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും പ്രാർത്ഥനകളും അതൊക്കെ കാണാൻ തന്നെ എന്തോ ഒരു മനസ്സിനൊരു കുളിർമയാണ്. കാരണം നമ്മൾ നമ്മുടെ ഇതിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പം ഇപ്പം ഞങ്ങൾക്ക് ബുദ്ധമതത്തിൽ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു ചെറിയ ഐഡിയ എല്ലാവർക്കും ഉണ്ടായി. അവർ പറഞ്ഞു തന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും ഞങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും അവർക്കും അതിനെക്കുറിച്ചൊന്ന് പകർന്നു കൊടുക്കാനും ഒക്കെ ആയത് വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം ഇതാക്കി. പിന്നെ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അവിടെ ഓരോ ദേവതകളെക്കുറിച്ചും ചുമർ ചിത്രങ്ങളും അതിൻ്റെ കുറേ കഥകളും നാടോടി കഥകളും ഒക്കെ ഉണ്ട്. ബുദ്ധനുമായി ബന്ധപ്പെട്ടതായിരുന്നു കൂടുതലും. എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. ഇതാ പഗോഡയുടെ പരിസരമാണ്. വലിയൊരു കെട്ടിടവും അതിനനുബന്ധമായിട്ടൊരു പഗോഡ ചെറുതാണെങ്കിലും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ബുദ്ധിസത്തിൻ്റെ ഒരു ഭാഗമാണ് ക്ലെൻലിനെസ് എന്നാണ്. ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഗബ്ബള എന്ന ഗ്രാമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.